ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ക്രിസ്മസ് എക്സാം ആവുകയാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നമ്മൾ നോക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിസ്ട്രി ആണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പോളാർ സംയുക്തം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോ സെക്ഷനായിട്ടായിരിക്കും ആൻസറുകൾ പറയുക. അപ്പോൾ ആദ്യം നിങ്ങൾ ആൻസറുകൾ എഴുതുക ചോദ്യത്തിൻ്റെ. ശേഷം എന്ത് ചെയ്യുക? ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ HCl ഉണ്ട്, H2O, CO2, NH3. ഇതിലേതാണ് പോളാർ സംയുക്തം അല്ലാത്തത് എന്ന് എഴുതുക. 2. ചുവടെ നൽകിയ പ്രസ്താവനകൾ സംക്രമണ മൂലകങ്ങളെ സംബന്ധിച്ച് ശരിയായത് ഏത്? അപ്പോൾ ABCD എന്ന് 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനുകൾ വായിക്കുക, ആൻസർ എഴുതുക കേട്ടോ. 3. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഇനി ഉത്തരങ്ങൾ നോക്കാം. പോളാർ സംയുക്തം അല്ലാത്തത് കാർബൺ ഡയോക്സൈഡ് ആണ്, CO2. 2. സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. 3. ഓക്സീകരണമാണ് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ. 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1. പൊടിച്ച മുട്ടത്തോട് നേർപ്പിച്ച HClയുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിക്കുന്നു. പ്രസ്താവന 2. പൊടിക്കുമ്പോൾ മുട്ടത്തോടിന്റെ പ്രതല പരപ്പളവ് കൂടുന്നു. പ്രസ്താവന 1ഉം 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 4 ഓപ്ഷനുകൾ ഉണ്ട്. വായിച്ച് ഉത്തരം എഴുതുക. 5ാമത്തെ ചോദ്യം. 100 ഗ്രാം ലായനിയിൽ 20 ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെങ്കിൽ ലീനത്തിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഡാഷ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇനി 4ാമത്തേൻ്റെ ഉത്തരമാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. 5 20%. അടുത്തത് 6 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ് കേട്ടോ. ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ നൽകിയിരിക്കുന്നു. നൽകിയിരിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ രാസബന്ധനം ഏതെന്ന് കണ്ടെത്തുക. NaCl, അതായത് സോഡിയം ക്ലോറൈഡ് ആണ് NaCl. CO2 കാർബൺ ഡയോക്സൈഡ്. ഇതിലെ രാസബന്ധനം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. 7ാമത്തെ ചോദ്യം. സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ കണ്ടെത്തി സമീകരിക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സമീകരിക്കാത്ത 2 എണ്ണം ഉണ്ട്. അത് സമീകരിക്കണം. 8. A ക്വസ്റ്റ്യൻ. ഉൾപ്രേരകം എന്നാൽ എന്ത്? B ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? 9ാമത്തെ. A, B എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. A 281, B 285. ഇവയിൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുതലുള്ള മൂലകം ഏത്? എന്തുകൊണ്ട്? 10. ചുവടെ നൽകിയിരിക്കുന്ന ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആസിഡ്, ആൽക്കലി ഇവ ഏതെന്ന് എഴുതുക. A മഗ്നീഷ്യം സൾഫേറ്റ്, B കാൽഷ്യം ക്ലോറൈഡ്. അപ്പോൾ 6ാമത്തതിൻ്റെ ആൻസർ A അയോണിക ബന്ധനമാണ്, B സഹസംയോജക ബന്ധനം. 7ാമത്തതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആക്കാനുള്ള കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്തതാണ് A. N2 + 3H2 2NH3 കിട്ടും. B 2Na + Cl2 gives 2NaCl. 8ാമത്തതിൻ്റെ എൻ്റെ ആൻസർ ആണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അതിൻ്റെ വേഗതയെ സഹായിക്കുന്ന വസ്തുക്കളാണ് ഉൾപ്രേരകങ്ങൾ. B MnO2. ഇനി 9ാമത്തെ ആണ്. 281 ആൻസർ വരിക. അപ്പോൾ കാരണം ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ കുറഞ്ഞാൽ ആകർഷണബലം കുറയുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. 10. A മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂറിക് ആസിഡും, B കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 11 മുതൽ 15 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. 3 മാർക്ക് വീതമാണ്. ഞാൻ 4 എണ്ണത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരാം. 11. A ക്വസ്റ്റ്യൻ. മഗ്നീഷ്യം ഓക്സൈഡിന്റെ രൂപീകരണം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുക. B മഗ്നീഷ്യം ഓക്സൈഡിലെ കാറ്റയോൺ ഏത്? 12. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. Zn + 2HCl gives ZnCl2 + H2 ആണ്. ഓക്കെ. A
ക്വസ്റ്റ്യൻ രാസപ്രവർത്തനത്തിന് മുൻപും ശേഷവുമുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതുക. ബി ക്വസ്റ്റ്യൻ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. 13 ബീക്കറുകൾ, അമോണിയം ക്ലോറൈഡ്, ജലം, സ്പൂൺ എന്നിവ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും തയ്യാറാക്കാനുള്ള പ്രവർത്തനക്രമം എഴുതുക. അതിൽ എ അമോണിയം ക്ലോറൈഡിന്റെ പൂരിത ലായനി, ബി അമോണിയം ക്ലോറൈഡിന്റെ പൂരിത ലായനി, സി അമോണിയം ക്ലോറൈഡിന്റെ അതിപൂരിത ലായനി. ആദ്യം തന്നെ 11A നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കാം. ആ മെഗ്നീഷ്യം ഓക്സൈഡ് ആണല്ലോ. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പറായ 12 അല്ലേ, 12നെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നതാണ് 282. അപ്പോൾ ഈ അറ്റത്തുള്ള ആളെ 2, അതാണ് ഇവിടെ കാട്ടിയിരിക്കുന്നത് 2 കേട്ടോ, 2 ഡോട്ട്. ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്, ഇലക്ട്രോൺ വിന്യാസം അതുകൊണ്ട് 2 6. ഓക്സിജന് 6 ആണ്. എപ്പോഴും അറ്റത്ത് 8 വന്നാലാണ് അത് പൂരിതമാവുള്ളൂ. ഇപ്പോൾ ഇത് അപൂരിതമാണ്. അപ്പോൾ ഇതിന് എത്ര എണ്ണം ആവശ്യമുണ്ട്? ഇനി പൂർണ്ണമാകണമെങ്കിൽ 6 8 മാറണം. 6 8 ആവണമെങ്കിൽ കൂടെയുള്ള ഈ മെഗ്നീഷ്യം ഈ 2നെ ഓക്സിജന് കൊടുക്കണം. അപ്പോൾ രണ്ടാളും 2 8 2 8 മാറും അല്ലേ. അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. കണ്ടോ, മെഗ്നീഷ്യം 2 ആളെ കൊടുത്തു. അപ്പോൾ 2 പോസിറ്റീവ് ഇവിടെ കാട്ടുക. അപ്പം എന്നിട്ട് ആ 2 ആളെ കൊടുത്തപ്പോൾ ഇവിടുത്തെ 2 പോയിട്ടാ. പിന്നെ O ആണ്. O വരുന്ന സമയത്ത് കണ്ടോ അറ്റത്ത് 8 കാണിക്കുക. ഈ 6 8 മാറി, 2നെ സ്വീകരിച്ചു. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ Mg ആണ്, മെഗ്നീഷ്യം 12. 12ൻ്റെ ആൻസർ വരുന്നത് നമുക്ക് ഇക്വേഷൻ മുമ്പ് Zn 0, H പോസിറ്റീവ് 1, ക്ലോറിൻ നെഗറ്റീവ് 1, ശേഷം Zn പോസിറ്റീവ് 2 ആവും, ക്ലോറിൻ നെഗറ്റീവ് 1, H2 0 ഒന്നും ഉണ്ടാവില്ല. ബിൻ്റെ ആൻസർ അതെ, കാരണം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നു. റിഡോക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇനി 13ൻ്റെ എ ആൻസർ അമോണിയം ക്ലോറൈഡിലേക്ക് ജലം ചേർത്താൽ അപൂരിത ലായനി ലഭിക്കുന്നു. ബി ജലത്തിലേക്ക് അമോണിയം ക്ലോറൈഡ് ലായനി ചേർത്തു, ഇനി ലീനം ലയിക്കില്ല എന്ന അവസ്ഥയിൽ എത്തിയാൽ അതിനെ പൂരിത ലായനി എന്ന് വിളിക്കുന്നു. സി പൂരിത ലായനി ചൂടാക്കിയാൽ ലയത്വം വർദ്ധിക്കുന്നു, ഇതിനെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അടുത്തത് നമുക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സംയോജിച്ച് ജലം ഉണ്ടാകുന്നതിൻ്റെ രാസസമവാക്യം, അത് സംബന്ധിച്ച പട്ടികയും ശ്രദ്ധിക്കുക. 2H2+O2 എന്താണ്? 2H2O ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഉൽപ്പന്നം വാട്ടറാണ്, ജലമാണ്. അപ്പോൾ ബോക്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തമ്മിലുള്ള ബന്ധം എന്ത്? ബി ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ഏത്? പ്രസ്താവിക്കുക. നമുക്ക് ആൻസർ നോക്കാം. എ തുല്യമാണ്, അതായത് നമുക്ക് അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും തുല്യമാണ്. ബി നിയമം ഏതാണ്? മാസ് സംരക്ഷണ നിയമമാണ്. രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും. 15 ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മെഗ്നീഷ്യം ചേർക്കുന്നു. എ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന വാതകം ഏത്? ബി ഇത് ഏതു തരം രാസപ്രവർത്തനമാണ്? സി ഈ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഏതെങ്കിലും ഒരു മാർഗം എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ബി ആദേശ രാസപ്രവർത്തനം, സി ഊഷ്മാവ് വർദ്ധിപ്പിക്കുക. ഇനി 16 മുതൽ 20 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്ക് വീതമാണ്. 16 മെഗ്നീഷ്യം ക്ലോറിനുമായി പ്രവർത്തിച്ച് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. എ ക്വസ്റ്റ്യൻ ഈ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. ബി ഈ പ്രവർത്തനത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിലുള്ള മാറ്റം എഴുതുക. സി ഓക്സീകരണ പ്രവർത്തനത്തിൻ്റെയും നിരോക്സീകരണ പ്രവർത്തനത്തിൻ്റെയും സമവാക്യങ്ങൾ എഴുതുക. 17 ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. എ ഈ മൂലകത്തിൻ്റെ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഉണ്ട്? ബി ഊർജം കൂടിയ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഉള്ളത്? സി ഈ മൂലകത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഐസോട്ടോപ്പിൻ്റെ പേരെഴുതുക. ഡി ഐസോട്ടോപ്പുകളും ഐസോബാറുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എഴുതുക. അപ്പോൾ 16 എ 2Mg+Cl2 gives 2MgCl. ബി 0 പോസിറ്റീവ് 2 ആയി മാറുന്നു. സി ഓക്സീകരണമാണ്. Mg 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ മെഗ്നീഷ്യം പോസിറ്റീവ് 2 കാണിക്കണം. സ്വീകരിക്കുന്നത് ക്ലോറിനാണ്. അപ്പോൾ ഒരെണ്ണത്തിനെ സ്വീകരിക്കും. ക്ലോറിൻ ഇലക്ട്രോൺ ആണ് ഇ എന്ന് പറഞ്ഞു. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചുകൊണ്ട് Cl നെഗറ്റീവായി മാറുന്നു. ഇനി 17 എ ആൻസർ 2 ആണ്. ബി എൽ എന്ന ഷെല്ലാണ്. സി 14.
ഡി ആൻസർ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. 18. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്രെഷോൾഡ് എനർജി കൈവരിച്ച അഭികാരക തന്മാത്രകളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്രാഫ് നോക്കുക. എ ക്വസ്റ്റ്യൻ, ത്രെഷോൾഡ് എനർജി എന്നാൽ എന്ത്? ബി, താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കാൻ ഒരു പരീക്ഷണം എഴുതുക. സി, അഭികാരകങ്ങൾ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടാൻ കാരണമെന്ത്? തന്മാത്രകളുടെ ത്രെഷോൾഡ് എനർജിയുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. 18 എ ആൻസർ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഗതികോർജ്ജത്തെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നു. ബി, തന്നിരിക്കുന്ന വസ്തുക്കൾ 2 ടെസ്റ്റ് ട്യൂബുകളിലാക്കി ഒന്നിനെ ചൂടാക്കുക. ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിൽ അമോണിയ വേഗത്തിൽ ഉണ്ടാകുന്നു. സി, തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ കൂടുന്നു. 19 അലുമിനിയം, കാർബൺ, ഓക്സിജൻ, ക്ലോറിൻ എല്ലാത്തിൻ്റെയും സിമ്പലുകളാണ് AlCO, Cl എന്നിവയുടെ അറ്റോമിക് നമ്പറുകൾ നൽകിയിരിക്കുന്നു. അലുമിനിയം 13, കാർബൺ 6, ഓക്സിജൻ 8, ക്ലോറിൻ 17. ഈ മൂലകങ്ങളുടെ സംയോജകതകൾ കണ്ടെത്തുക. ബി, ഈ സംയോജകതകൾ ഉപയോഗിച്ച് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രങ്ങൾ എഴുതുക. അലുമിനിയം ഓക്സൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ് ഇതിൻ്റെ രണ്ടിൻ്റെ രാസസൂത്രം നമ്മൾ എഴുതണം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. 4 രാസസമവാക്യം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ, സംയോജന പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്? തന്നിരിക്കുന്നവയിൽ നിന്നും സംയോജന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കുക. ബി, നൽകിയിരിക്കുന്നവയിൽ നിന്ന് വിഘടന പ്രവർത്തനത്തിന് ഉദാഹരണമായ ഒരു സമവാക്യം കണ്ടെത്തുക. സി, സമവാക്യം അതായത് 4ാമത്തെ സമവാക്യം ദ്വിവിഘടന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. വിശദമാക്കുക. 19ാമത്തേൻ്റെ ആൻസർ ആണ് എ ആൻസർ. Al3C4O2Cl1. ഓക്കെ, ബിയുടെ ആൻസർ ആണ്. ബിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ബിയുടെ ആദ്യത്തിൻ്റെ ആൻസർ Al2O3, ബിയുടെ രണ്ടാമത്തതിൻ്റെ ആൻസർ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്. ഇത് 2 ആണ്, ഇത് 1. ഓക്കെ. 20 എ, 2 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നു. H2+Cl2 2HCl ഒക്കെ അതാണ്. ബിയുടെ ആൻസർ CCO3 എന്തായി മാറുന്നു? CaO+CO2 ആയി സ്പ്ലിറ്റ് ആവും. അടുത്ത സിയുടെ ആൻസർ, 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറി പുതിയ 2 സംയുക്തങ്ങൾ ഉണ്ടാകുന്ന തരം പ്രവർത്തനത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കെമിസ്ട്രി. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രീവിയസ് ചോദിച്ചത് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് എവിടെ നിന്നാണോ ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ആ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും ഇത്തവണയും ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അത് അങ്ങനെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരുമെന്ന് ഉറപ്പില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസും പഠിക്കുക. ഇത് എവിടെ നിന്നാണോ ചോദിച്ചിരിക്കുന്നത് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ആ ഭാഗം ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.